ഹലോ ഫ്രണ്ട്സ്, മലയാളി സേഫ്റ്റി ഗുരുവിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉപകരിക്കുന്നൊരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനം ചില സ്പെഷ്യൽ കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അപ്ഡേറ്റ്സും മിസ്സാവാതെ കാണുക. നമ്മളെല്ലാവരും ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മേഖലയിൽ ജോലി ചെയ്യുന്നവരോ അതുമല്ലെങ്കിൽ ഈ മേഖലയിൽ ജോലി ചെയ്യുവാൻ വേണ്ടി പല ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോഴ്സുകൾ പഠിക്കുന്നവരോ ഒക്കെ ആയിരിക്കും. പല ആളുകളും വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് സേഫ്റ്റി ഇൻസ്പെക്ടർ അല്ലെങ്കിൽ സേഫ്റ്റി ഓഫീസർ ആയിട്ടൊക്കെ ജോലി നേടുകയും ചെയ്യും. ഇതുമല്ലാതെ വേറെ പല പൊസിഷൻസിലും ജോലി നേടുകയും ചെയ്യും. ഭൂരിഭാഗം ആളുകളും എത്തിപ്പെടുന്നത് സൈറ്റ് സേഫ്റ്റി ടീമിലെ അംഗമായിട്ടായിരിക്കും. അതായത് ഫീൽഡ് സ്റ്റാഫായിട്ട് ഫീൽഡിൽ നടക്കുന്ന ജോലികളുടെ സേഫ്റ്റി ഇൻസ്പെക്ഷൻസും ഒക്കെ ചെയ്ത് അവരങ്ങനെ മുന്നോട്ട് ജീവിതം നീക്കുന്നു. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഒരു പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുന്നുമുണ്ടാകും. പലരും ഫീൽഡിൽ നിന്ന് മാറി ഓഫീസിലെ ജോലികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുമുണ്ടാകും. കുറേ ആളുകൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാനുള്ള ആഗ്രഹം ഉള്ളവരായിരിക്കും. പക്ഷേ ഒരു പ്രൊമോഷനോ ഫാമിലി സ്റ്റാറ്റസോ ഒന്നും ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നു. ഇതിൽ പല സ്ഥാപനങ്ങളിലെയും മാനേജ്മെൻറ്റിൽ വരുന്ന ഇൻറ്റേർണൽ ആൻഡ് കോർപ്പറേറ്റ് പൊളിറ്റിക്സ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിനേക്കാട്ടിലും വലിയൊരു കാര്യമുണ്ട്, ഡോക്യുമെൻറ്റേഷൻ സ്കിൽ. സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉള്ള അറിവോ കഴിവോ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു സേഫ്റ്റി പ്രൊഫഷണലിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് സേഫ്റ്റി ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ്. പലതരത്തിലുള്ള സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇവ ഓരോന്നിൻ്റെയും ഡിഫറൻസ് എന്താണെന്നും ഓരോ ഡോക്യുമെൻറ്റിൻ്റെ പല രൂപങ്ങളും ഒക്കെ അറിയണം. ഡോക്യുമെൻറ്റേഷൻ സ്കില്ല് നന്നായിട്ടുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ പ്രൊമോഷൻ നേടുകയും പെട്ടെന്ന് തന്നെ ഉയർന്ന പദവിയിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലരും ഈ ഒരു സ്കില്ലിൻ്റെ അഭാവം തങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഫീൽഡിൽ തന്നെ തുടരുകയും വർഷങ്ങളോളം അതേ പൊസിഷനിൽ ജോലി ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നു. ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പല സേഫ്റ്റി ഓഫീസർമാർ എന്നെ പല സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് എന്താണെന്നും സാമ്പിൾ തരാമോ എന്നും ഒക്കെ ചോദിച്ച് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്. പല ഗ്രൂപ്പിലും സേഫ്റ്റി ഡോക്യുമെൻറ്റ്സിൻ്റെ സാമ്പിൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് സാമ്പിളായിട്ട് ലഭിക്കുമ്പോൾ, അതായത് ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സേഫ്റ്റി പ്രൊഫഷണൽസിൻ്റെ അടുത്തു നിന്നോ ഒക്കെ സാമ്പിൾ ഡോക്യുമെൻറ്റ്സ് ലഭിക്കുമ്പോൾ അത് ലഭിക്കുന്ന ആ വ്യക്തി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജോലി സ്ഥലത്തെ അവസ്ഥകൾക്കോ അവിടെ ജോലി നടക്കുന്ന രീതികൾക്കോ യോജിച്ച തരത്തിലാണോ ആ ഡോക്യുമെൻ്റ് ഇരിക്കുന്നത് എന്നൊന്നും നോക്കാറില്ല. പലപ്പോഴും അത് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജോലി സ്ഥലത്തെ അവസ്ഥകൾക്കോ അവിടെ നടക്കുന്ന ജോലികൾക്കോ അവിടുത്തെ രീതികൾക്കോ ഒന്നും യോജിച്ചതാവത്തില്ല. ആ സ്ഥാപനത്തിൻ്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി നയങ്ങൾക്കനുസരിച്ചുമാകില്ല ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്. അതെല്ലാം അവിടത്തേക്ക് വേണ്ടി മോഡിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഈ സത്യം പലരും തിരിച്ചറിയാതെ പോകുന്നു. സാമ്പിളായി കിട്ടുന്ന ഡോക്യുമെൻറ്റ്സിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയാൽ പോരെ എന്നൊക്കെ ചിന്തിച്ച് അവർ അവരുടെ സ്ഥാപനത്തിൽ ആ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി ആ ഡോക്യുമെൻറ്റ്സ് അങ്ങ് ഉപയോഗിക്കുന്നു. ഇത് പിന്നീട് ആ സ്ഥാപനത്തിലെ മാനേജറോ അതുമല്ലെങ്കിൽ ആ കമ്പനിയുടെ ക്ലയൻറ്റിലെ ആളുകളോ ഒക്കെ റിവ്യൂവിന് ആവശ്യപ്പെടുകയും പല പല ജോലികൾ നടക്കുന്നതിന് മുൻപേ ഇതെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പല വട്ടം റിജക്റ്റ് ചെയ്യും. അങ്ങനത്തെ അവസ്ഥകൾ കണ്ടുവരുന്നുണ്ട്, ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇരട്ടി പണിയാകും എന്ന് ചുരുക്കം. ഒരു തവണ ഉണ്ടാക്കിയ ഡോക്യുമെൻ്റ് വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നു, മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു, ഓരോ സെക്ഷനിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. കാരണം ഓരോ സെക്ഷനിൽ എന്ത് കണ്ടൻറ്റാണ് വേണ്ടത്, ആ ഡോക്യുമെൻ്റ് എന്തിനാണ് എന്നൊന്നും അറിയാതെ ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള, അതായത് ആ ഡോക്യുമെൻ്റ് നിങ്ങളാണ് എടുക്കുന്നതെങ്കിൽ
അങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇംപ്രഷനും പലർക്കും നഷ്ടപ്പെടാനും കാരണമാണ്. അതോടൊപ്പം നിങ്ങളുടെ സ്വന്തം ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ് അവിടെ നശിച്ചു പോകും. പല സേഫ്റ്റി കോഴ്സുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡോക്യുമെൻസിനെ കുറിച്ചൊന്നും അതിനകത്ത് അധികം പറയുന്നില്ല. ചിലതിലാകട്ടെ റിസ്ക് അസസ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്, പല ഫോർമാറ്റിലുണ്ട്, പല രീതിയിൽ ചെയ്യാം. ഇതൊന്നും അതിനകത്ത് വ്യക്തമാക്കുന്നില്ല. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രൊസീജിയറുകളുണ്ട്. ഒരു JSA കാണും, മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഇവയൊക്കെ എന്താണെന്നുള്ള ഒരു വ്യക്തതയൊന്നും വരുത്തുന്നില്ല. പക്ഷേ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ് നേടിത്തരുന്ന കോഴ്സുകളൊന്നും തന്നെ നമ്മൾ കണ്ടിട്ടുമില്ല. പിന്നെ എങ്ങനെ ഇവ പഠിക്കും? ഡോക്യുമെൻറ്റേഷൻ കോഴ്സ് പഠിക്കാനും ആരെയും ആശ്രയിക്കാതെ സ്വന്തമായി സേഫ്റ്റി ഡോക്യുമെൻറ്റ്സ് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാനും ഡോക്യുമെൻറ്റേഷൻ സ്കിൽസ് നേടിയെടുക്കാനും സഹായിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് അറിയാൻ താഴെ സ്ക്രോൾ ആകുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതോ അതുമല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇടാവുന്നതോ ആണ്. ഇവിടെ മലയാളി സേഫ്റ്റി ഗുരുവിൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും സ്പെഷ്യൽ ഓഫറും ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷയോടെ താങ്ക് യു ആൻഡ് ബൈ ബൈ. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്.